തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനുള്ള മികച്ച 3 ഭക്ഷണങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ കഴിക്കുന്നില്ലായിരിക്കാം. കാരണം മാനസിക മൂർച്ച നിങ്ങളുടെ അടുക്കളയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, നിങ്ങളുടെ കോഫി കപ്പിലല്ല. എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്തിനാണ് മുറികളിലേക്ക് കയറിയതെന്ന് ഓർക്കുന്നില്ല, മറന്നുപോയി. ഞാൻ കഫീനിലും വിൽ പവറിലും ജീവിച്ചു. എന്തെങ്കിലും മാറ്റേണ്ടതുണ്ട്. ആ മന്ദത നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ശരീരം ഉണർന്നിരിക്കുന്നു, പക്ഷെ നിങ്ങളുടെ മനസ്സ് മൂടൽ മഞ്ഞായിരിക്കുന്നു. ശ്രദ്ധ തിരിക്കൽ, ക്ഷീണിതനായിരിക്കുന്നതിൽ മടുത്തു, കൂടുതൽ ഉറക്കം, കൂടുതൽ കാപ്പി, കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഹാക്കുകൾ എന്നിവ ഉപയോഗിച്ച് നമ്മൾ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ യഥാർത്ഥ പരിഹാരം നിങ്ങളുടെ പ്ലേറ്റിലാണെങ്കിലോ? നിങ്ങളുടെ തലച്ചോറിന് നിങ്ങളുടെ പേശികളെപ്പോലെ തന്നെ ഇന്ധനം ആവശ്യമാണ്. ഏതെങ്കിലും ഇന്ധനം മാത്രമല്ല, ന്യൂറോണുകളെ പോഷിപ്പിക്കുന്ന, ഓർമ്മ സംരക്ഷിക്കുന്ന, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരം. മിക്കവരും സപ്ലിമെൻറ്റുകളിലൂടെയും മറ്റു മരുന്നുകളിലൂടെയും മെൻ്റൽ ക്ലാരിറ്റി പിന്തുടരുമ്പോൾ അവർക്ക് ലളിതവും ശക്തവും അവഗണിക്കപ്പെട്ടതുമായ ഒന്ന് നഷ്ടപ്പെടുന്ന ഭക്ഷണം. നിങ്ങൾ വേണ്ടത്ര കഴിക്കാത്ത 3 തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ ഇവയൊക്കെയാണ്. അവ നിങ്ങൾ കൊതിക്കുന്ന മാനസിക നേട്ടമാകാനുള്ള കാരണം പറയാം. വാൾനട്ട്, തലച്ചോറിൻ്റെ രൂപഭാവമുള്ള സൂപ്പർ നട്ട്. ഒരു വാൾനട്ട് ഒരു ചെറിയ തലച്ചോറ് പോലെ കാണപ്പെടുന്നത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രകൃതി സൂക്ഷ്മമാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡുകളുടെ, പ്രത്യേകിച്ച് ആൽഫ ലിനോലെനിക് ആസിഡിൻ്റെ ALAയുടെ സസ്യസ്രോതസ്സുകളിൽ ഒന്നാണ് വാൾനട്ട്. ഈ ആരോഗ്യകരമായ കൊഴുപ്പുകൾ മസ്തിഷ്ക കോശ ആശയവിനിമയം മെച്ചപ്പെടുത്തുക, മസ്തിഷ്ക മൂടൽമഞ്ഞും വിഷാദവുമായി ബന്ധപ്പെട്ട വീക്കം കുറയ്ക്കുക, ഓർമ്മ, പഠനം, മാനസികാവസ്ഥ എന്നിവയെ പിന്തുണയ്ക്കുക, ഓക്സിഡേറ്റീവ് സമ്മർദ്ദങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളായ പോളിഫെനോളുകളിൽ വാൾനട്ടിൽ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ തലച്ചോറിനെ അതിൻ്റെ സമയത്തിന് മുമ്പേ നിശബ്ദമായി വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്ന തരം. കൂടുതൽ എങ്ങനെ കഴിക്കാം? ഓട്സ്, സ്മൂത്തികൾ അല്ലെങ്കിൽ സാലഡുകൾ എന്നിവയിൽ ചതച്ച വാൾനട്ട് ചേർക്കാം. വാൾനട്ട്, ഈന്തപ്പഴം ലഘുഭക്ഷണ ഉണ്ടയായി കഴിക്കാം. ഇത് പഞ്ചസാരയുടെ ആസക്തിയെ ഇല്ലാതാക്കുന്നു. മികച്ച ആഗിരണത്തിനായി കുറച്ച് രാത്രി മുഴുവൻ കുതിർത്ത് രാവിലെ കഴിക്കാം. നിങ്ങൾ അത് എന്തുകൊണ്ട് നഷ്ടമാക്കുന്നു? മിക്ക ആളുകളും ബദാം അല്ലെങ്കിൽ കശുവണ്ടി കഴിക്കുന്നു, പക്ഷേ ചെറുതായി കയ്പുള്ളതിനാൽ വാൾനട്ട് ഒഴിവാക്കുന്നു. എന്നാൽ നിങ്ങളുടെ തലച്ചോറിന് അവ വളരെ ഇഷ്ടമാണ്. പതിവായി കഴിക്കുന്നതിലൂടെ പ്രഭാത മൂടൽമഞ്ഞ് അത്ര കഠിനമായി ബാധിക്കില്ലെന്ന് നിങ്ങൾ കണ്ടെത്തിയേക്കാം. 2. ബീട്രൂട്ട്, തലച്ചോറിൻ്റെ സ്വാഭാവിക നൈട്രേറ്റ് ബൂസ്റ്റർ. രക്തപ്രവാഹത്തിന് ഒരു MVP ഉണ്ടായിരുന്നെങ്കിൽ ബീട്രൂട്ട് വിജയിക്കും. അതിൽ പ്രകൃതിദത്ത നൈട്രേറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡായി മാറുന്നു, പ്രത്യേകിച്ച് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുന്ന ഒരു സംയുക്തം. മെച്ചപ്പെട്ട രക്തചംക്രമണം എന്നാൽ കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും നിങ്ങളുടെ ന്യൂറോണുകളിലേക്ക് എത്തുന്നു. ഇത് വൈജ്ഞാനിക പ്രകടനം, ജാഗ്രത, സർഗാത്മകത എന്നിവ വർദ്ധിപ്പിക്കുന്നു. വാസ്തവത്തിൽ പഠനങ്ങൾ കാണിക്കുന്നത് ബീട്രൂട്ട് ജ്യൂസ് ഡിസിഷൻ ടൈമും പ്രതികരണ സമയവും മെച്ചപ്പെടുത്തുന്നു എന്ന്. പ്രത്യേകിച്ച് പ്രായമായവരിൽ. കൂടുതൽ എങ്ങനെ കഴിക്കാം? മാനസികമായി ആവശ്യപ്പെടുന്ന ജോലികൾക്ക് മുമ്പ് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാം. ഒലീവ് ഓയിലും ഔഷധ സസ്യങ്ങളും ചേർത്ത് ഒരു സൈഡ് ഡിഷായി വറുത്ത് കഴിക്കാം. ഒരു ക്രഞ്ചി ട്വിസ്റ്റിനായി സാലഡുകളിൽ വറ്റിച്ച അസംസ്കൃത ബീട്രൂട്ട് ചേർക്കാം. നിങ്ങൾ എന്തുകൊണ്ട് നഷ്ടപ്പെടുത്തുന്നു? ആധുനിക ഭക്ഷണക്രമത്തിൽ ബീട്രൂട്ട് പലപ്പോഴും മറക്കപ്പെടുന്നു, കാരണം അവ തയ്യാറാക്കാൻ കുറച്ച് കഷ്ടമാണ്, അല്ലെങ്കിൽ രുചിയിൽ വളരെ താഴ്ന്ന ലേബൽ ചെയ്തിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ചിന്തകൾ മങ്ങിയതായി തോന്നുകയോ നിങ്ങളുടെ ശ്രദ്ധ മങ്ങുകയോ ചെയ്താൽ ബീട്രൂട്ടിന് രണ്ടാമതൊരു അവസരം നൽകുക. നിങ്ങളുടെ തലച്ചോറ് വീണ്ടും പ്രകാശിച്ചേക്കാം. 3. മത്തങ്ങ വിത്തുകൾ, ചെറുതെങ്കിലും ശക്തമായ ബ്രെയിൻ ബോംബുകൾ. കഴിഞ്ഞ ഹാലോവീനിൽ നിങ്ങളെറിഞ്ഞ ആ ജാക്കോ ലാൻഡറിനുള്ളിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ തലച്ചോറിന് ഏറ്റവും പോഷകസമൃദ്ധമായ ലഘുഭക്ഷണങ്ങളിൽ ഒന്ന്. മത്തങ്ങ വിത്തുകൾ ഇവയാൽ സമ്പന്നമാണ്. മഗ്നീഷ്യം തലച്ചോറിനെ ശാന്തമാക്കുകയും മാനസികാവസ്ഥയെ നിയന്ത്രിക്കുകയും ചെയ്യും. സിങ്ക്
ഓർമ്മശക്തിയെയും തലച്ചോറിൻ്റെ സിഗ്നലിങ്ങിനെയും പിന്തുണയ്ക്കുന്നു. ഇരുമ്പ് തലച്ചോറിൻ്റെ ക്ഷീണം തടയുന്നു. ട്രിപ്റ്റോഫാൻ നിങ്ങളുടെ സന്തോഷ രാസവസ്തുവായ സെറോട്ടോണിൻ്റെ മുന്നോടി. ഈ പോഷകങ്ങൾ ഒരുമിച്ച് ഉത്കണ്ഠ നിയന്ത്രിക്കാനും ഓർമ്മ നിലനിർത്തൽ മെച്ചപ്പെടുത്താനും ഉറക്കത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇതെല്ലാം തലച്ചോറിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് അത്യാവശ്യമാണ്. കൂടുതൽ എങ്ങനെ കഴിക്കാം? കടലുപ്പ് ചേർത്ത് ഒരു ക്രഞ്ചി ലഘുഭക്ഷണമായി ചെറുതായി വറുക്കാം. തൈര് പാത്രങ്ങളിലോ അല്ലെങ്കിൽ ഗ്രനോളയിലോ ട്രേയിൽ മിക്സുകളിലോ ചേർക്കാം. അധിക ഘടനയ്ക്കായി സൂപ്പുകളിലോ സ്റ്റിർ ഫ്രൈസുകളിലോ വിതറുക. നിങ്ങൾ എന്തുകൊണ്ട് നഷ്ടപ്പെടുത്തുന്നു? മത്തങ്ങ വിത്തുകൾ ചിയ അല്ലെങ്കിൽ ഫ്ലാക്സ് പോലെ ട്രെൻഡി അല്ല. അവ മനോഹരമായ ഇൻസ്റ്റാഗ്രാം ലേബലുകളായി വരുന്നില്ല. എന്നാൽ തലച്ചോറിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മിക്ക സൂപ്പർ ഫുഡുകൾക്കും പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു പഞ്ച് അവ പാക്ക് ചെയ്യുന്നു. ഇത് എക്കാലത്തേക്കാളും പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഇന്നത്തെ നോൺ സ്റ്റോപ്പ് നോട്ടിഫിക്കേഷനുകൾ, മൾട്ടി ടാസ്കിംഗ്, മാനസിക ഓവർലോഡ് എന്നിവയുടെ ലോകത്ത് നമ്മുടെ തലച്ചോറ് എക്കാലത്തേക്കാളും കൂടുതൽ സമ്മർദ്ദത്തിലാണ്. ശ്രദ്ധ തിരിക്കുന്ന ഒരു ലോകത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ മറന്നു പോകുന്ന ഒരു യുഗത്തിൽ എല്ലാം ഓർമ്മിക്കാനോ കുഴപ്പങ്ങൾക്കിടയിലും ശാന്തത പാലിക്കാനും നമ്മൾ ശ്രമിക്കുന്നു. പക്ഷേ നമ്മൾ അപൂർവമായി ചോദിക്കുന്നു, എൻ്റെ തലച്ചോറിന് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ എന്താണ് വേണ്ടത്? ഉത്തരം സങ്കീർണമല്ല. ഇത് $100 സപ്ലിമെൻറ്റോ 30 ദിവസത്തെ ഡീറ്റോക്സിനോ അല്ല. ഇത് യഥാർത്ഥ ഭക്ഷണമാണ്. മനഃപൂർവ്വം സ്ഥിരമായി കഴിക്കേണ്ട ഒന്ന്. നിങ്ങളുടെ തലച്ചോറിന് ഇറ്റ് മാറ്റർ പോലെ ഭക്ഷണം നൽകുക. നിങ്ങളുടെ മസ്തിഷ്കം വെറുമൊരു യന്ത്രമല്ല. ഇത് നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിൻ്റെയും നിയന്ത്രണ കേന്ദ്രമാണ്. നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, ആശയങ്ങൾ, തീരുമാനങ്ങൾ, ഓർമ്മകൾ. നിങ്ങൾ കഴിക്കുന്ന ഓരോ കടിക്കും അവ നിശബ്ദമായി പ്രതികരിക്കുന്നു. കൂടുതൽ മിടുക്കനും മൂർച്ചയുള്ളതും കൂടുതൽ സജീവവുമാകാൻ നിങ്ങളുടെ മുഴുവൻ ഭക്ഷണ ക്രമീകരണവും പുനഃസജ്ജീകരിക്കേണ്ടതില്ല. ലളിതമായി ആരംഭിക്കുക. ഈ 3 ഭക്ഷണങ്ങളും നിങ്ങളുടെ ദിനചര്യയിൽ ചേർക്കുക. നിങ്ങളുടെ തലച്ചോറിന് ഇത് യാചിച്ചു കൊണ്ടിരുന്ന ഉത്തേജനം നൽകും. അപ്പോൾ നിങ്ങളുടെ വെല്ലുവിളി ഇതാണ്. അടുത്ത ഭക്ഷണത്തിൽ ഈ മസ്തിഷ്ക ഭക്ഷണങ്ങളിൽ ഒന്ന് ചേർക്കുക. മണിക്കൂറുകൾക്ക് ശേഷം നിങ്ങൾക്ക് തന്നെ നിങ്ങളെ എങ്ങനെ തോന്നുന്നുവെന്ന് നിരീക്ഷിക്കാം. കൂടുതൽ വ്യക്തവും ശാന്തവും കൂടുതൽ ശ്രദ്ധയും. ഇന്ന് എൻ്റെ മസ്തിഷ്കം പ്രവർത്തിക്കുന്നില്ല എന്ന് എപ്പോഴും പറയുന്ന ഒരാളുമായി ഇത് പങ്കിടുക. കമൻറ്റുകളിൽ പറയൂ, ഇതിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്? അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ മാറ്റിയ ഒരു രഹസ്യ ബ്രെയിൻ ഫുഡ് നിങ്ങളുടെ കൈവശമുണ്ടോ? നമുക്ക് മൂർച്ചയുള്ള മനസ്സുകൾ വളർത്തിയെടുക്കാം ഓരോന്നായി. If you love to watch this video, you can like, share and subscribe.